ഉണ്ണി മുകുന്ദനെ കുറിച്ചുള്ള എന്താ ഒരു വിമർശനം, അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, അതുണ്ടാക്കുന്ന ചെറിയ കോലാഹലം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഉണ്ണി മുകുന്ദൻ എൻ്റെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ അടുത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഹിറ്റ് നമുക്കറിയാവുന്നതുപോലെ മാളികപ്പുറമാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു ആവറേജ് എന്താ പറയുന്നത് മികവ് മാത്രമുള്ള ഒരു നടനാണ്. അദ്ദേഹം ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പറയുമല്ലോ സമാജം സ്റ്റാർ, അങ്ങനെ ഒരു പദവി എടുത്ത് രക്ഷപ്പെടാൻ അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പോൾ കലയ്ക്കകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഭജന രാഷ്ട്രീയത്തെ പുൽകിക്കൊണ്ട് കലയിൽ വിജയിക്കാമെന്ന് കരുതുന്നതിൽ നല്ലത് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ഒരു വിമർശനം അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമാ ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം വന്നതോടെ ഇത് സിനിമാ ഗ്രൂപ്പ് അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറുപടിയും വരികയും അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കവിതർക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് കുറേ കാലമായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം എടുത്തണിയുന്നു എന്നത്. അത് ഒരു സിനിമയെ മാത്രം വെച്ചിട്ടല്ല, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ, നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, ഇവയെല്ലാം കൂടെ ചേർത്താലും അദ്ദേഹത്തിന് ഒരു BJP RSS ഹിന്ദുത്വ അനുഭവം ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിനെ തൻ്റെ കലാജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിമർശനം എന്തുമാത്രം സാധുവാണെന്നാണ് സാറിന് തോന്നുന്നത്? അല്ല, ഇപ്പോൾ മാളികപ്പുറം എന്ന സിനിമയാണല്ലോ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയാവുന്ന സിനിമ. അത് ഇറങ്ങിയ സമയത്ത് ആരാണ് അതൊരു സംഘപരിവാർ സിനിമയാണ് എന്ന് ആദ്യം പറഞ്ഞത്? നിഷാദ് ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ കണ്ട് അഭിപ്രായം എഴുതിയ സന്ദീപ് വാര്യരുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ നരേന്ദ്രമോദിയുടെ അമ്മ മരിച്ച സമയത്താണോ താങ്കൾ സിനിമ കാണാൻ പോകുന്നതെന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് അദ്ദേഹം മറുപടി എഴുതുന്നു, ഇത് സമാജത്തിൻ്റെ സിനിമയാണ്, അതുകൊണ്ടാണ് ഞാൻ പോയത്, ഇത് കാണേണ്ടത് എൻ്റെ ദൗത്യമാണ് എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ് ആദ്യമായി അതിനെ ഈ ഹൈന്ദവ സിനിമയാണ് എന്നൊരു നറേറ്റീവിലേക്ക് കൊണ്ടുപോയി കെട്ടുന്നത്. അപ്പോൾ അത് തന്നെ ആ സിനിമയ്ക്ക് ഡാമേജ് ആണോ ഉണ്ടാക്കിയത് അതോ അതിൻ്റെ സക്സസ്സിന് അത് കാരണമായോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. പലരും അതിനെതിരെ രംഗത്ത് വരികയും അതിൻ്റെ നിർമ്മാതാവ് ക്രിസ്ത്യനാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഇദ്ദേഹം തന്നെ അത് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സന്ദീപ് വാര്യരെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ണി മുകുന്ദൻ ആരെയെങ്കിലും അതിൽ കുറ്റപ്പെടുത്തണമെങ്കിൽ അത് ശരിക്കും BJPയുടെ നേതാക്കളെ തന്നെയാണ് പ്രചാരകരായി വന്നത്. സുരേന്ദ്രനായാലും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു, അത് പിന്നെ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്ന അതേപോലുള്ള ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. ശരി, അതൊക്കെ പറഞ്ഞോട്ടെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണല്ലോ, യാതൊരു സംശയമില്ല. അങ്ങനെയൊക്കെ പറയുന്ന അവർക്ക് വലിയ ഭക്തി പാരവശ്യം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരെങ്കിലും അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയല്ല, ലിബറൽസിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെയോ ഒന്നും അല്ല ഉണ്ണി മുകുന്ദൻ ആദ്യം ഇതിനകത്ത് കാണേണ്ടത്. ഇതിനെ ആ നിലയ്ക്ക് മാറ്റിയെടുത്ത സംഘപരിവാറിൻ്റെ കേരളത്തിലെ വക്താക്കളെ തന്നെയാണ് അദ്ദേഹം ആദ്യം കാണേണ്ടത്. പിന്നെ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതെല്ലാം BJPയുടെ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത് തനിക്കില്ല എന്നോ ഒന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പക്ഷേ സിനിമയിൽ അദ്ദേഹം ആ പക്ഷത്തിൻ്റെ ആളായി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ നമുക്കറിയില്ല, പേര് കൊണ്ട് അത് ഒരു സംഘപരിവാർ സിനിമയാണോ എന്ന് വിധി കൽപ്പിക്കാനൊന്നും നമുക്കിപ്പോൾ നിൽക്കാൻ കഴിയില്ല. അല്ലാതെ അങ്ങനെ സംസാരിക്കാൻ കാര്യമുള്ള വിവാദമാകുന്നതിൻ്റെ കാരണം ഈ ഗണേഷ് വിവാദം ഉണ്ടായല്ലോ, അനൗൺസ് ചെയ്യുന്നത്. അതെ, അത് അനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രഞ്ജിത്ത് ശങ്കറിനെ പോലെ ഒരാളാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണ് സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയില്ല, അത് സിനിമ വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു സംഗതി നടക്കുന്നുണ്ടല്ലോ നിഷാദെ, അതായത് രാജ്യത്തെമ്പാടും സംഘപരിവാർ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അല്ലേ? ആ സംഘപരിവാറിന് വേണ്ടിയുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഈസ് ദർ. അത് മലയാളത്തിലും കൂടി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മലയാളത്തിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ഏതോ കാലഘട്ടത്തിൽ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ മറ്റ് പല സിനിമകളെ പോലെയോ, ജയരാജൻ്റെ സിനിമകൾ, പൈതൃകം പോലുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകളൊക്കെ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ ആശയം അവർ അതിലൂടെ പ്രസരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ജാതി മേധാവിത്വത്തിൻ്റെ ചില സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. പിന്നെ അന്യമത അല്ലെങ്കിൽ മുസ്ലിം കഥാപാത്രങ്ങളെ അപ്പോഴും ഒരുപോലെ ഡെമണൈസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഈ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ വളരെ ആസൂത്രിതമായി തന്നെ സംഘപരിവാർ അനുകൂല സിനിമകൾ കൊണ്ടുവരിക എന്നൊരു പ്രോജക്റ്റ് ദേശീയ തലത്തിൽ തന്നെ RSS നടപ്പാക്കുന്നുണ്ട്.
വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അത് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉണ്ണി മുകുന്ദനെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഉണ്ണി മുകുന്ദനെ വെച്ചിട്ടാണോ അല്ല സുരേഷ് ഗോപി വെച്ചിട്ടാണോ എന്നുള്ളതൊന്നും നമുക്ക് പിന്നെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയില്ല. സിനിമകൾ വരുന്ന സിനിമകൾ നോക്കി മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ദാറ്റ് പ്രോജക്റ്റ് ഈസ് ദർ, അത് യാതൊരു സംശയമില്ല. രാജ്മസിബ്, ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് താങ്കൾ എന്ന വിമർശനത്തിൽ എന്തിനാണ് ഉണ്ണി മുകുന്ദൻ ഇത്ര ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഇതിന് മുമ്പ് ഈ ആരോപണം നേരത്തെ മുതൽ അദ്ദേഹം നേരിടുന്നുണ്ട്. അദ്ദേഹം അതിനെ അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറയുകയോ അതിൽ അസ്വസ്ഥനാവുകയോ ചെയ്യുന്നത് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ സിനിമയുടെ പശ്ചാത്തലത്തിൽ ആ വിമർശനം വരുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ്. അതിനൊരു കാരണമുണ്ട് നിഷ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ, പ്രധാനമായും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇവിടെ ഈ സിനിമാ ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. ഈ സിനിമാ ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, സൂക്ഷ്മമായി നോക്കിയാൽ അറിയാം, അതിൽ വളരെ ഗോപ്യമായ രീതിയിൽ ഫാൻ ഫൈറ്റ് നടക്കും. ഒരു സ്ഥലത്ത് മമ്മൂട്ടി, ഒരു സ്ഥലത്ത് മോഹൻലാൽ. അത് കുറച്ചുകൂടി ആരോഗ്യകരമാണ്. അത്തരം പ്രശസ്തമായ സിനിമാ ഗ്രൂപ്പുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഫാൻ ഫൈറ്റുകൾ തെറിവിളിയും വർഗീയതയും അനുവദിക്കാറില്ല. പക്ഷേ മറ്റ് ചില ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലേക്കൊരു സമാനമായ സ്വഭാവം, ഇതെല്ലാം സംഘപരിവാർ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബോധപൂർവം ഈ ബിഗ് എംസിനെ വെച്ചുള്ള വർഗീയ ഫൈറ്റ് ഉണ്ടാകുന്ന ടോപ്പിക് അതിൽ കൊണ്ടുവന്നിടുക, ഡിസ്കസ് ചെയ്യുക, തെറി വിളിക്കുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ നമ്മളെല്ലാവരും പറയും സൈബർ കമ്മികൾ എന്ന് CPM-ൻ്റെ സൈബർ ഗ്യാങ്ങിനെ വിളിച്ച് കളിയാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്ഭുതമാണ്. കാരണം പരമാവധി അവർ ചെയ്യുന്നുണ്ടാവുക പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുക, അതിൽ വ്യക്തത വരുത്തുക. ഇതൊക്കെയാണ് അവർ ചെയ്യുക. അവർക്ക് അഭിപ്രായ ഭിന്നതയുള്ളവരുടെ കമൻറ്റുകളിൽ പോയി ചീത്ത വിളിക്കുക, ഇതൊക്കെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ പ്രൊജക്റ്റ് നടപ്പാവുന്ന ഇത്തരം ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലാണ്, പ്രത്യേകിച്ചും സിനിമാ ഗ്രൂപ്പുകൾ. ഈ സിനിമാ ഗ്രൂപ്പുകളിൽ പ്രധാനമായും ഒന്ന് വർഗീയമായ തരത്തിലുള്ള ചേരിതിരിവ് ഉണ്ടാകുന്ന രീതിയിൽ ബിഗ് എംസിനെ തമ്മിൽ അടുപ്പിക്കുക, അതൊന്ന്. രണ്ട്, ഈ പറയുന്ന നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത മട്ടാഞ്ചേരി മാഫിയ, കറാച്ചി ഗ്യാങ് എന്നൊക്കെ പേരിട്ടുണ്ട്. പലരെയും കളറടിച്ച് കാണിക്കുക. അതുപോലെ യുവനടന്മാർ മുഴുവൻ കഞ്ചാവിന് അടിമകളാണെന്ന് വരുത്തുക. ഇങ്ങനെ കുറേ അധികം നറേറ്റീവ്സ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമ മൊത്തം പ്രകൃതി പടങ്ങളുടെ പുറകെയാണ്. ഈ പ്രകൃതി പടങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സിനെ ലക്ഷ്യം വെച്ചാണ്. അത് വെറുതെ പറയുന്നതല്ല. പെട്ടിക്കടപ്പടങ്ങൾ, പടക്കപ്പടങ്ങൾ, പ്രകൃതി പടങ്ങൾ എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഇറക്കുന്ന ആളുകളെ വെച്ചിട്ട് തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്താണ് പറയുന്നത്. അല്ലാതെ ആ സിനിമ മോശമായിട്ടോ നല്ലതായിട്ടൊന്നും അല്ല. അപ്പോൾ ഈ സോഫ്റ്റ് പവർ സ്വന്തമാക്കാൻ വേണ്ടി RSS വളരെ മുമ്പേ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മലയാളത്തിൽ വളരെ മികച്ചൊരു നടനാണ് ഭരത് ഗോപി. അദ്ദേഹത്തിന് RSS ബന്ധമുണ്ടെന്ന് നേരത്തെ അറിയാവുന്നതാണ്. പിന്നെ അങ്ങനെ പലരും, ഇപ്പോൾ സുകുമാരനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ മക്കളെ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയൊക്കെ RSS ശാഖയിൽ വിട്ടിട്ടുണ്ടെന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ട്. അത് എന്തുമാവട്ടെ, അപ്പോൾ BJP കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, RSS പ്രവർത്തിക്കുമ്പോൾ കുറേ അധികം സിനിമാക്കാർ അതുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളൊരു അത്ഭുതമൊന്നുമല്ല. 10-35 ലക്ഷം വോട്ട് BJP കിട്ടുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു CPM അനുഭാവിയാണെന്ന് പറയുന്നതിലൊരു മോശമില്ലെങ്കിൽ, പ്രേം നസീറിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മോശമില്ലെങ്കിൽ, ONVക്ക് CPI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ലെങ്കിൽ ഇതും സംഭവിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും നടന്മാർ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നു എന്നുള്ളതല്ല പ്രശ്നം. അത്തരം ആളുകൾ വെച്ചിട്ട് ഒരുതരം വർഗീയ വിഭജനം ഉണ്ടാക്കുകയാണ്. അതാണ് ആ സാമൂഹിക മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപകടം. അത് തടുക്കാനോ അത് ചെറുക്കാനോ സംഘടിതമായൊരു ശ്രമവും ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് അൺഅറ്റൻഡഡ് ആയിട്ട് വളരെ കൂളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ് വന്നല്ലോ, ഉണ്ണി മുകുന്ദനെതിരെ വന്ന പോസ്റ്റിന് ആ ഗ്രൂപ്പിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഗ്രൂപ്പ് ഈ അർത്ഥത്തിൽ മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഈ സംഘപരിവാർ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉണ്ണി മുകുന്ദൻ ചോദിക്കുന്ന ചോദ്യം ഈ ഗ്രൂപ്പ് ഇങ്ങനെയായി മാറിയോ എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു അടരുകൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സിനിമ വച്ചിട്ട് ആളുകളെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവ്വം നടക്കുന്നുണ്ട്. അത് ചെറുക്കാനുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇത് അൺഅറ്റൻഡഡ് ആയിട്ട് വളരെ കൂളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സമീപ ദിവസങ്ങളിൽ കാണുന്ന സോഷ്യൽ മീഡിയയിലെ വിവാദവും ബഹളവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാലും സിനിമ ആളുകളെ വിഭജിക്കാനുള്ള ഉപാധിയാക്കി ആരൊക്കെയോ പർപ്പസ്ഫുള്ളി അതിനെ ശ്രമിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയും. അതിന് ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ്, സവിശേഷ ഉത്തരവാദിത്തമുള്ളവർ. എനിവേ, നമുക്കിനി നാളെ ഇരിക്കാം. നമസ്കാരം.